എല്ലാ വ്യൂസിനും സ്കൂട്ടർ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് 2024 മോഡൽ ഹോണ്ട ആക്റ്റീവയുടെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ്. അപ്പോൾ വീഡിയോയിലേക്ക് നേരെ കിടക്കാം. ഇതിൻ്റെ മിറർ വരുന്നത് പുതിയ മോഡൽ നമ്മുടെ ഡിയോൻ്റെ തന്നെ സെയിം ടു സെയിം മിററാണ് ഇപ്പോൾ ആക്റ്റീവയിലും വരുന്നത്. ഇതിൻ്റെ ഹെഡ്ലൈറ്റിൽ നല്ല അടിപൊളി ഒരു പ്രീമിയം ക്രോമിൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. ഇത് ഡിലക്സ് മോഡലാണ്. ഹെഡ്ലൈറ്റ് വരുന്ന ഹാലജൻ ലൈറ്റ്സ് ആയിരിക്കും. ഇൻഡിക്കേറ്റേഴ്സ് യെല്ലോ ആണ്. ഈ പോർഷൻ ഫൈബറാണ്. ഈ സൈഡ് പോർഷൻ വന്നത് മെറ്റലാണ്. ഫ്രണ്ട് മഡ് ഗാർഡ് മെറ്റലാണ് വന്നത്. പിന്നെ ഒരു റബ്ബറിൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷനാണ്. ലോങ് ആണ്. അത്യാവശ്യം ബമ്പിലൊന്നും അടി ഇടിക്കില്ല. പിന്നെ കുറച്ചുകൂടി ഇമ്പ്രൂവ്ഡ് സസ്പെൻഷനാണെന്നാണ് കമ്പനി പറയുന്നത്. ഇപ്പോൾ റിം സൈസ് തന്നെ 12 സാധാരണ എല്ലാ വണ്ടിയിലും വരുന്ന പോലെ. ട്യൂബ്ലെസ് ടയേഴ്സാണ്. C8 ട്യൂബ്ലെസ് ടയറാണ് വന്നത്. 90-12 ആണ് അതിൻ്റെ സൈസ് വരുന്നത്. ട്യൂബ്ലെസ് വരും. പിന്നെ അഡീഷണൽ ആയിട്ട് ഇപ്പോൾ ഒരു ഫുള്ള് റിച്ച് ലുക്ക് കിട്ടാനൊരു ക്രോമിൻ്റെ ബാഡ്ജിങ് വരും. എയർ പാസ് ചെയ്യാനായിട്ടുള്ളൊരു ഔട്ട് വരുന്നുണ്ട്. പിന്നെ റിഫ്ലക്ടർ വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ വണ്ടിയുടെ ബ്രേക്കിൻ്റെ കേബിൾസ് വരുന്നത്. കോംബി ബ്രേക്ക് സിസ്റ്റം ഉണ്ട്. മീറ്ററിൻ്റെ കേബിളാണ് വരുന്നത്. ഇത് ട്യൂബ്ലെസ് ടയറാണെന്നുള്ളത് കാണിക്കാനായിട്ടാണ്. അതിൻ്റെ ഇതൊരു പുതിയൊരു ഗ്രേ കളറാണ് വാഹനം വരുന്നത്. ഇതിൻ്റെ ലിവർ ആയാലും അതുപോലെ തന്നെ ഹാൻഡിൽ ഗ്രിപ്പ് ആയപോലെ ഹെവി ക്വാളിറ്റി ആണെങ്കിൽ യാതൊരു കോംപ്രമൈസും ഒന്നുമില്ല. അതിൻ്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. സ്വിച്ചസ് എല്ലാം ഗ്ലോസി ബ്ലാക്ക് ആണ്. നല്ല സൂപ്പർ ക്വാളിറ്റി ഹോണ്ടയുടെ സ്വിച്ചസ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. വലിയൊരു മീറ്ററാണ് വരുന്നത്. ഫുള്ളി അനലോഗ് മീറ്ററാണ്. സ്പീഡ് അതുപോലെ തന്നെ ഫ്യൂൽ ഗേജ്, പിന്നെ ബേസിക് ആയിട്ടുള്ള ലൈറ്റ്സ്, ഇൻഡിക്കേറ്റർ, ഡിം ബ്രൈറ്റ്, എഞ്ചിൻ മാൽ ഫംഗ്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും കാണിക്കും. ഇത് തന്നെയാണ് എഞ്ചിൻ കിൽ സ്വിച്ചും സെൽഫ് സ്റ്റാർട്ടിൻ്റെ സ്വിച്ചും വന്നത്. ആക്സിലേറ്ററൊക്കെ നല്ല അടിപൊളി കേബിൾസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്കി ഇതൊരു 3 കിലോ വെയിറ്റ് നമുക്ക് ഇതിൽ തൂക്കിയിടാൻ പറ്റുന്ന ഒരു ഹുക്ക് വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. 170 ഗ്രൗണ്ട് ക്ലിയറൻസ് വണ്ടിക്ക് വരുന്നുണ്ട്. ഒരു ഗ്യാസിൻ്റെ സിലിണ്ടർ സുഖമായിട്ട് അതിൻ്റെ പ്ലാറ്റ്ഫോമിൽ വെച്ച് നമുക്ക് കൊണ്ടുപോകാവുന്നതാണ്. സീറ്റിൻ്റെ താഴെ വരുന്ന വലിയ പോർഷൻ എല്ലാം ഫുൾ മെറ്റലാണ് വണ്ടിയിൽ വേണ്ടത്. ആക്റ്റീവയുടെ ഒരു അടിപൊളി 3D ക്രോം കളറുള്ള ബാഡ്ജിങ് വരുന്നുണ്ട്. ബാക്ക് ഗ്രാബ് റെയിൽ സിൽവർ കളറിലുള്ള അടിപൊളി ഗ്രാബ് റെയിൽ വരുന്നുണ്ട്. പിന്നെ ബാക്കി ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ESP സ്റ്റാർട്ട് സിസ്റ്റമാണ് വാഹനത്തിന് യൂസ് ചെയ്യുന്നത്. വളരെ സൈലൻ്റ് ആയിട്ടുള്ള സ്റ്റാർട്ടായിരിക്കും. അതുപോലെ തന്നെ നല്ല പവർഫുൾ ആയിരിക്കും. കുറച്ചുകൂടി ടോർക്ക് പുതിയ എഞ്ചിന് കൂടിയിട്ടുണ്ട്. കിക്കർ വരുന്നുണ്ട്. കിക്ക് സ്റ്റാർട്ടാണ്. കിക്കർ വരുന്നുണ്ട്. പുതിയ മോഡൽസൊന്നും കിക്കർ വരുന്നില്ല സ്കൂട്ടറുകൾ. അതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞുള്ളൂ. ബാക്ക് സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്പ്രിംഗ് ലോഡ് സസ്പെൻഷനാണ്. നമുക്കതൊരു 3 പോയിൻറ്റ് അതിൻ്റെ ടെൻഷൻ, സസ്പെൻഷൻ്റെ ടെൻഷൻ നമുക്ക് 3 പോയിൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സസ്പെൻഷനാണ് ഇതിൽ വരുന്നത്. ബാക്കി ഡീറ്റെയിൽസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ എഞ്ചിൻ വരുന്നത് 109 cc ആണ്. ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഐ ബട്ടണിൽ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. നമ്മുടെ സേഫ്റ്റിക്കായിട്ട് സൈഡ് സ്റ്റാൻഡ്, എഞ്ചിൻ കട്ട് ഓഫ് ഫീച്ചർ ഈ സ്കൂട്ടറിനും വരുന്നുണ്ട്. അതിൻ്റെ സെൻസർ അതിൻ്റെ ഉള്ളിലാണ് വരുന്നത്. പിന്നെ എടുത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്യൂൽ ഫില്ലിങ് എക്സ്റ്റേണലാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ നമുക്ക് ഫ്യൂൽ അടിക്കാവുന്നതാണ്. ലേറ്റസ്റ്റ് ജനറേഷനാണ്. E20 ഫ്യൂൽ സപ്പോർട്ടറാണ്. ബാക്ക് ടെയിൽ ലൈറ്റിൽ വരുന്ന ഹാലജൻ ബൾബ്സാണ്. ഇൻഡിക്കേറ്റേഴ്സിലും യെല്ലോ കളർ ഹാലജൻ ബൾബാണ് യൂസ് ചെയ്യുന്നത്. അഡീഷണൽ റിഫ്ലക്ടർ വരുന്നുണ്ട്. നല്ല വലിപ്പമുള്ള മാറ്റ് ബ്ലാക്ക് കളറുള്ള ഹാർഡ് ഫൈബറിലുള്ള മഡ് ഗാർഡ് വരുന്നുണ്ട്. ഈ അടുത്ത സൈഡിലും അടിപൊളി ഒരു ലേഡീസ് ഹാൻഡിൽ വരുന്നുണ്ട്. ആക്റ്റീവയുടെ 3D ബാഡ്ജിങ് വരും. സൈലൻസർ മാറ്റ് ബ്ലാക്ക് കളറിലാണ്. ക്ലാസിക് ആക്റ്റീവയുടെ സൗണ്ട് തന്നെ ഇപ്പോഴും വരുന്നത്. ഹാർഡ് ഫൈബറുള്ള ഒരു സൈലൻസർ ഷീൽഡ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ബാക്കി എടുത്ത് പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫാൻ വരുന്നുണ്ട്. ഫാനിൻ്റെ പ്രൊട്ടക്ടർ വരുന്നുണ്ട്. ടയർ വരുമ്പോൾ ഏകദേശം 90-100-10 ആവും. പക്ഷേ ബാക്ക് ടയർ വലിപ്പം കുറയുന്നുണ്ട്. C8 ടയറാണ് വരുന്നത്. ട്യൂബ്ലെസ് ടയർ തന്നെയാണ് വാഹനത്തിന് വരുന്നത്. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ESP സ്റ്റാർട്ട് സ്റ്റോപ്പ് ടെക്നോളജി ഉണ്ട്. എഞ്ചിൻ കിൽ സ്വിച്ചിൽ തന്നെയാണ് നമുക്ക് സെൽഫിൻ്റെ സ്റ്റാർട്ടും വരുന്നത്. അതൊന്ന് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ, ബ്രേക്ക് പിടിച്ചിട്ട് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടായി മാറും. ഫ്യൂൽ ഇഞ്ചക്ഷൻ എനേബിൾഡ് ആയിട്ടുള്ള PGFI ടെക്നോളജിയാണ് ആക്റ്റീവലി യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു 2 ലിറ്റർ ഫ്യൂലെങ്കിലും വണ്ടിയിൽ എപ്പോഴും കീപ്പ് ചെയ്യണം. എന്നാലേ അതിൻ്റെ ഫ്യൂൽ പമ്പെല്ലാം പക്കയായിട്ട് വർക്ക് ചെയ്ത് മിസ്സിംഗ് ഒന്നുമില്ല, അത് ഓടിച്ചു നടക്കാൻ പറ്റുള്ളൂ. മൈലേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് 48-52 ഇടയിൽ കസ്റ്റമർക്ക് ഒത്തിരി ഫീഡ്ബാക്ക് കിട്ടുന്ന നല്ലൊരു വണ്ടിയാണ് ആക്റ്റീവ. ഒരുപാട് ഹൈ ഫങ്കി ഫീച്ചേഴ്സൊന്നും ഈ സ്കൂട്ടറിൽ വരുന്നില്ല. കാരണം ഇത് യൂസ് ചെയ്യുന്ന ആളുകളും അത്തരം ആളുകൾ, ഇത്തിരി മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ കാണുന്നതാണ് മൾട്ടി ഫംഗ്ഷൻ കീ സ്വിച്ച് വരുന്നത്. ഇതിൽ തന്നെയാണ് നമുക്ക് കീ വെച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇത് ലോക്ക് ചെയ്യാൻ പറ്റും. അതുകൂടാതെ ഫ്യൂവലിൻ്റെ ലിഡും അതുപോലെ സീറ്റും ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ചും ഈ ഒറ്റ ബട്ടണിൽ തന്നെയാണ് വരുന്നത്. പിന്നെ നമ്മുടെ വണ്ടിയുടെ സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2-3 ആളുകൾക്ക് സുഖസുന്ദരമായിട്ട് ഇരുന്ന് പോകാവുന്ന ഒരു അടിപൊളി സീറ്റാണ് ആക്റ്റീവ് വരുന്നത്. നല്ല അടിപൊളി നീളമുണ്ട്, നല്ല വീതിയുമുണ്ട്. 3 പേഴ്സൺസിന് അടിപൊളിയായിട്ട് ഇരുന്ന് പോകാം. അതുപോലെ നല്ല കുഷനിങ് ആണ്. ലോങ് ഡ്രൈവിനൊന്നും വലിയ വിഷയങ്ങളൊന്നും വരില്ല. 3 പേർക്കുണ്ട്. അതാണ് അതിൻ്റെ ഒരു വീതി വരുന്നത്. ക്ലാസിക്കായിട്ട് 2008 തൊട്ടുള്ള പുതിയ ഷേപ്പ് ആക്റ്റീവൊക്കെ വരുന്ന സെയിം ടു സെയിം ഫീച്ചർ. ഇതാണ് വണ്ടിയിൽ ഇരുന്നാലുള്ള ഒരു ഫീല്. ഞാൻ 6 അടി പൊക്കമുള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് ഇരുന്നിട്ട് കാല് ഹാൻഡിൽ മുട്ടലോ അങ്ങനെ ഒരു പ്രശ്നവുമില്ല. പിന്നെ വണ്ടിയിൽ ഇരുന്നുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. കണ്ടേ, ഏകദേശം ഈ ഒരു
വ്യൂ ആയിരിക്കും നമുക്ക് ഈ വണ്ടി ഈ സ്കൂട്ടറിൽ ഇരുന്നാൽ നമുക്ക് കിട്ടുന്നത്. അത്യാവശ്യം നല്ലൊരു വിസിബിലിറ്റി ഉണ്ട്. മിറേഴ്സൊന്നും നമുക്ക് വ്യൂവിനെ ബ്ലോക്ക് ചെയ്യുന്നില്ല. 3 വേരിയൻറ്റ് വണ്ടി അവൈലബിൾ ആണ്. 98,000 1,05,000 രൂപയ്ക്കാണ് ഇടയിലാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്തായാലും സബ്സ്ക്രൈബ്